പോളി മാത്യു എന്നാണ് എന്റെ പേര്. ഞാനൊരു കായിക താരമാണ്. കായിക താരം എന്ന നിലയിൽ 2017 നവംബർ 10 എനിക്ക് ദേശീയ അവാർഡ് കിട്ടി. 2018 ആഗസ്റ്റ് 1 മാണിസാറ് ആദരിച്ചു. 2019 നവംബർ 23 മുഖ്യമന്ത്രിയുടെ സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവാർഡ് കിട്ടി, ധീരവനിതയായി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം 19 തീയതി ക്യാൻസർ പേഷ്യന്റ് ആണെന്ന്, സെക്കൻഡ് സ്റ്റേജിലാണ് ക്യാൻസർ. ഈ മാസം 18 കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിറ്റ് ആവണം. 20 തീയതി ഓപ്പറേഷൻ ആണ്. അത് ബ്രസ്റ്റിലാണ് ക്യാൻസർ. ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് നീക്കം ചെയ്തുള്ള ഓപ്പറേഷൻ ആണ്. അത് മേജർ ഓപ്പറേഷൻ ആണ്. ഇപ്പോൾ എന്റെ അവസ്ഥകൾ വളരെ മോശമാണ്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കരിങ്കുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്റെ താമസം. കല്യാണം കഴിഞ്ഞു വന്ന് രാമപുരത്ത് കൂട്ടിയാനി കുടുംബത്തിലാണ്. ജോസഫ് സറിയ എന്ന ആളാണ് കല്യാണം കഴിച്ചത്. 2015 കല്യാണം, ഫെബ്രുവരി 12. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ട് അവര് ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് അതൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാനവിടെ പീഡനം സഹിച്ച് തന്നെ വർഷങ്ങൾ താണ്ടി 10 വർഷം കഴിഞ്ഞു, 10 വർഷമാകുന്നു. അപ്പം അവര് ഡൈവോഴ്സിന് കൊടുത്തിരിക്കുകയാണ് പാവലി കോടതിയില്. മൂന്നാനി കോടതിയിലാണ് കേസ് നടക്കുന്നത്, പാലായില്. അപ്പൊ അതിന് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഹായിക്കാനായിട്ട് ആരുമില്ല. കഴിഞ്ഞ ഡിസംബറിൽ എന്റെ ഫാദർ മരിച്ചു. അപ്പം അവിടെ വീട്ടില് ആരും ഇപ്പൊ ഇല്ല. അമ്മ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ 4 പെൺപിള്ളേരാണ്. എല്ലാവരും കല്യാണം എല്ലാം കഴിഞ്ഞു സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ആരെയും സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പം ഡൈവേഴ്സ് പെറ്റീഷന്റെ കൂടെ ക്യാൻസറും കൂടെ വന്നപ്പോൾ ഞാൻ ആകെപ്പാടെ ബുദ്ധിമുട്ടിലായി. സഹായിക്കാൻ ആരുമില്ല. എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ദേശീയ അവാർഡ് കിട്ടി 5-ാം മാസം. ഭർത്താവിന്റെ ചേട്ടൻ വൈദികനാണ്, അഗസ്റ്റിൻ കൂട്ടിയാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. കുറവലിങ്ങാട് പള്ളി വികാരിയായിരുന്നു. അദ്ദേഹം കടനാട് പള്ളി വികാരിയായിരിക്കുന്ന സമയത്ത് എന്റെ കാലില് വണ്ടി കയറ്റി, വലത്ത് കാല് അതിന് ഇഞ്ചുറി ഉണ്ട്. അതിന് വിശാൽ ഡോക്ടറിന്റെ ചികിത്സയിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു വിശാൽ ഡോക്ടർ. അതുപോലെ ഭർത്താവ് കൈയുടെ കുഴ തിരിച്ചു വെച്ച് ഞരമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം വിശാൽ ഡോക്ടറായിരുന്നു അതിന്റെ ചികിത്സ നടത്തിയത്. അപ്പോൾ ഞാൻ അന്നൊന്നും പരാതി കൊടുത്തില്ല. ഇവര് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്ത് ഇങ്ങനെയെല്ലാം വന്നപ്പം എന്റെ ഭാഗത്തുനിന്ന് എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് അറിയിക്കുന്നതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു കാര്യം വാർത്തയിൽ അറിയിക്കുന്നത്. അച്ഛൻ ഭയങ്കരമായിട്ടുള്ള പീഡനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അച്ഛൻ എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. അതിന്റെ പേരിലാണ് വണ്ടി കയറ്റിയതും. അങ്ങനെയൊക്കെ ഉപദ്രവിക്കാം. ഭിത്തിക്ക് പിടിച്ച് തലയിടിക്കുക, നഖമൊക്കെ ശരീരത്തെ കുത്തി ഇറക്കുക, മുടിക്ക് പിടിച്ച് കുത്തി നെത്ത് കുത്തുക, ഗ്യാസ് കുറ്റി മറിച്ച് കാലിലൊക്കെ കുറ്റി കയറ്റുക. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. അത്രമേൽ പീഡനമായിരുന്നു. കൈയുടെ കുഴ തിരിച്ചു വെച്ച് ഞരമ്പെല്ലാം പൊട്ടിച്ചു. അച്ഛൻ വണ്ടി കയറ്റി എന്റെ കാലിപ്പോഴും വേദന. എനിക്ക് എക്സസൈസ് ചെയ്യുമ്പോഴോ കുറച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല വേദനയാണ്. ഇപ്പൊ ഈ ക്യാൻസറിന്റെ അവസ്ഥയിൽ എനിക്കിപ്പം വേദന നല്ല രീതിയിലുണ്ട്. ആ കൂടെ കാലിനും കൈക്കും ഒക്കെ ഭയങ്കര വേദനയാണ്.